കുടുംബ പ്രേക്ഷകർക്ക് ബാലുവിന്റെ സ്വന്തം നീലുവാണ് നിഷ സാരംഗ്. ഇതിനോടകം നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള നിഷ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഉപ്പും മുളകും എന്ന പരമ്പരയിലൂടെയായിരുന്നു. പരമ്പരയിലെ നീലിമ എന്ന നീലു പ്രേക്ഷകരുടെ പ്രിയ കഥാപാത്രമായി മാറിയത് വളരെ പെട്ടെന്നാണ്. ശ്യാമപ്രസാദിന്റെ അഗ്നിസാക്ഷി എന്ന ചിത്രത്തിലൂടെയാണ് നിഷ അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീട് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. സിംഗിൾ മദറായ നിഷയ്ക്ക് സ്വകാര്യ ജീവിതത്തിൽ ധാരാളം കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജീവനുണ്ടെന്ന് തോന്നണമെങ്കിൽ നമുക്കൊരു പ്രണയമുണ്ടാകണം. പ്രണയം വളരെ രസകരമാണ്. ചെറുപ്പക്കാരൊക്കെ മരത്തിന്റെയും പോസ്റ്റിന്റെയും വണ്ടിയുടെയും ഒക്കെ സൈഡിൽ നിന്ന് പ്രണയിക്കുന്നത് കാണാം. എന്നാൽ പ്രായമായവരുടെ പ്രണയം അങ്ങനെയല്ല. അവർ പ്രണയിക്കുകയാണെന്ന് മനസ്സിലാകുകയേയില്ല. എന്നാൽ ഒടുക്കത്തെ പ്രണയവുമായിരിക്കും. മരിക്കുന്നിടം വരെ പ്രണയം വേണം, എന്നാലേ ജീവനുണ്ടാകൂ. ചലിക്കാത്ത വസ്തുവിന് ഒരിക്കലും പ്രണയമുണ്ടാവില്ല. നമുക്ക് ജീവനുണ്ടെന്ന് തോന്നണമെങ്കിൽ നമുക്ക് പ്രണയമുണ്ടാകണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, എനിക്ക് പ്രണയമുണ്ടെന്ന്. ഉണ്ടായിരിക്കാം. കാരണം എനിക്ക് എല്ലാവരോടും പ്രണയമാണ്. അളക്കാൻ പറ്റാത്ത സ്നേഹമാണ് പ്രണയം. പാർക്കുട്ടിയൊക്കെ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് ഊർജമാണ്. 50 വയസ്സ് കഴിഞ്ഞാൽ ഞാൻ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങുമെന്ന്, എനിക്ക് വേണ്ടി ജീവിച്ചു തുടങ്ങുമെന്നും മക്കളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് എന്തൊക്കെ ഇഷ്ടങ്ങളുണ്ടായിരുന്നോ അതൊക്കെ ചെയ്യുമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. 50 വയസ്സുവരെ ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അതിനുശേഷം ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കും. അപ്പോൾ ഒന്നിനും നോ പറയരുതെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. പിന്നെ ലൈഫിൽ കൂട്ടായി ഒരാൾ കൂടി വന്നിരുന്നെങ്കിലെന്ന് ഇപ്പോൾ തോന്നി തുടങ്ങുന്നുണ്ട്. നമ്മളെ കേൾക്കാനും നമുക്ക് പറയാനുമെല്ലാം ഒരാൾ വേണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരാളില്ലെങ്കിൽ വെറുതെ ഇരുന്ന് കരയാനൊക്കെ തോന്നും. മക്കൾ നമ്മളെപ്പോലെ അല്ലല്ലോ ചിന്തിക്കുന്നത്. അമ്മയെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾ വന്നാൽ അമ്മയുടെ വിവാഹം നടത്തും എന്നാണ് മക്കൾ പറയുന്നത്. അമ്മയുടെ പണത്തിനെയോ ഫെയിമിനെയോ സ്നേഹിച്ചു വരുന്ന ആളാകരുത്. നിഷ പറയുന്നത് എനിക്ക് ഓവർ പിശുക്കാണെന്നാണ് കുടുംബത്തിൽ എല്ലാവരും പറയാറ്. അങ്ങനെ പിശുക്കിയതുകൊണ്ട് ഉപ്പും മുളകും തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ വീടിൻ്റെ പണി തീർത്ത് അതിൻ്റെ ലോണും ക്ലോസ് ചെയ്യാൻ എനിക്ക് പറ്റിയത്.